ഈ യോഗത്തിൻ്റെ ബഹുമാനായ അധ്യക്ഷൻ ഫാദർ ജോണി പനന്തോട്ടം, ഈ സ്ഥാപനത്തിൻ്റെ ആരാധ്യനായ പ്രിൻസിപ്പൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫാദർ ജോൺ മണ്ണാറത്തറ, ചാവറ സ്റ്റഡി സെൻറ്ററിൻ്റെ ഡയറക്ടർ ഫാദർ തോമസ് പന്തപ്ലാക്കൽ, പ്രശസ്ത ചിത്രകാരനായ ശ്രീ പോൾ കല്ലാനോട്, ശ്രീ എം ഗോപിനാഥ്, ഈ സദസ്സിലും വേദിയിലും സന്നിഹിതരായിരിക്കുന്ന സന്യസ്തരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഈ മഹാവിദ്യാലയത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സെമിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. ചാവറ അച്ഛനെക്കുറിച്ച് പ്രസംഗിക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നന്നായി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല കലാപ്രസംഗമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ജീവിച്ചിരിക്കുന്ന ആരുടെയെങ്കിലും പ്രസംഗം കേട്ടതിന് ശേഷമല്ല. 2000 വർഷങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് ഒരു മനുഷ്യൻ മലമുകളിൽ നിന്ന് പ്രസംഗിച്ച ഏറ്റവും ചെറിയ ഒരു പ്രസംഗം വായിച്ചപ്പോഴാണ്. ഗിരിപ്രഭാഷണം. ലോകത്തിലെ ഏറ്റവും വലിയ കലാസൃഷ്ടി അതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രണ്ടാമത്, ഒരു കലാപകാരിയുടെ പ്രസംഗം ഞാൻ വായിച്ചിട്ടുണ്ട്. അത് 1915 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ അന്നത്തെ ഇന്ത്യയിലെ പ്രമാണിമാരെല്ലാം നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന സദസ്സ്, കിന്നരി തലപ്പാവും ചെങ്കോലും കിരീടവും ഒക്കെയായി രാജാക്കന്മാർ മുൻനിരയിലിരിക്കുന്നു. ആ സദസ്സിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ പറഞ്ഞു, "ദിസ് കോൺഗ്രസ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് ദ മാസസ് ഓഫ് ഇന്ത്യ." യോഗത്തിൽ അധ്യക്ഷം വഹിച്ചിരുന്നത് ആനി ബസൻ്റ് ആയിരുന്നു. ആനി ബസൻ്റ് പറഞ്ഞു, "ഹീ ഈസ് എ റെവല്യൂഷണറി, ഹീ ഷുഡ് നെവർ ബി പെർമിറ്റഡ് ടു ടോക്ക് ഹിയർ." അദ്ദേഹത്തെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. അത് മഹാത്മാഗാന്ധിയായിരുന്നു. ചെറിയ പ്രസംഗമാണ്, പക്ഷേ ലോകത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഗതി മാറ്റി തീർക്കുകയും വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും വാക്കുകൾ തിളക്കത്തോടുകൂടി നമ്മുടെ മുന്നിൽ വരികയും ചെയ്യുന്ന പ്രഭാഷണങ്ങൾ ഉണ്ട്. ഞാൻ അത്തരത്തിൽപ്പെട്ട ഒരാളല്ല. ഇപ്പോഴും എനിക്ക് പ്രയാസമുള്ളത്, കുറേ കാലമായി പ്രസംഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ശരിയാണ്, ആദ്യത്തെ വാചകം വ്യാകരണത്തെറ്റില്ലാതെ പറയണം എന്നുള്ളത് എൻ്റെ വലിയ മോഹമാണ്. ഇന്ന് വരെ നടന്നിട്ടില്ല. ആദ്യത്തെ വാചകത്തിൽ വ്യാകരണത്തെറ്റ് എന്തായാലും വന്നുവിടും. അങ്ങനെയുള്ള ഒരു കാര്യം പറയുന്ന ഒരാളാണ് ഞാനിത് മുൻകൂട്ടി പറയാൻ കാരണം നിങ്ങൾ പേടിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. കാരണം ജോണച്ചൻ എന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ട് ഇയാൾ വന്നു നിന്ന് എന്താണാവോ ഇനി പ്രസംഗിക്കാൻ പോകുന്നത് എന്നുള്ള ഭീതിയോടുകൂടിയാണ് എൻ്റെ മുന്നിൽ ഈ കുട്ടികളിരിക്കുന്നത് എന്നെനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഞാനങ്ങനെ കുഴപ്പക്കാരനെയല്ല. ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, തറവാട്ട് മഹിമയുടെ അടിസ്ഥാനത്തിൽ, തൊലിയുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് വേണ്ട, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തമ്മിലടിച്ച് തലകീറി കഴിഞ്ഞിരുന്ന ഒരു ജനതയായിരുന്നു. അവരെ മനുഷ്യരാക്കി മാറ്റിയെടുക്കുന്ന ഒരു കാലത്തെയാണ് കേരളത്തിൻ്റെ നവോത്ഥാന കാലം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആ കേരളത്തിൻ്റെ നവോത്ഥാന കാലത്താണ് മലയാളി മനുഷ്യനായി മാറിയത്. എല്ലാ വൈവിധ്യങ്ങൾക്കും അപ്പുറത്ത് തങ്ങൾക്ക് പൊതുവിൽ ചിലതുണ്ട് എന്ന് മലയാളി തിരിച്ചറിഞ്ഞത് നവോത്ഥാനത്തിലൂടെയാണ്. ആ നവോത്ഥാനത്തിന് ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാക്കിയെടുത്ത ഒന്നല്ല, ഒരു മാജിക് ബാൻഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത ഒന്നല്ല, ഏതെങ്കിലും ഒരു പ്രസ്ഥാനം മാത്രം പ്രവർത്തിച്ചുണ്ടാക്കിയെടുത്ത ഒന്നല്ല. ഒട്ടനവധി വ്യക്തികളും പ്രസ്ഥാനങ്ങളും എല്ലാം ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് മലയാളി ഇന്ന് കാണുന്ന രീതിയിൽ ഏതാണ്ട് നമുക്ക് പുറത്തു പറഞ്ഞാൽ വലിയ നാണക്കേടില്ലാത്ത വിധത്തിലുള്ള ഒരു സമൂഹമായി മാറിയത്. അതിനു മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മൾ ഈ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ്
പുറത്ത് പോയിട്ട് നമ്മൾ ഭയങ്കര ഇൻ്റലക്ച്വലാണ് അതാണ് എന്നൊക്കെ പറയുമെങ്കിലും മലയാളിയുടെ എല്ലാ കാര്യങ്ങൾക്കും എന്തോ ഒരു പരിമിതി വന്ന് പെടാറുണ്ട് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് പോകാത്ത വിധത്തിൽ മലയാളിയുടെ ഭാവനയ്ക്ക് അവൻ്റെ മൈൻഡ് സെറ്റ് സമ്മതിക്കായിക ഉണ്ട് എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യം ഒരാൾ വന്നു, അയാളെ നമ്മൾ നാട്ടിൽ നിന്നേ ഓടിച്ചു കഴിഞ്ഞു. വിജ്ഞാനത്തിൻ്റെ വിതരണ നീതിയും ഭാരതീയ ദർശനങ്ങളുടെ യുക്തിസാഫല്യവും സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയൊന്നും വാഹന സൗകര്യങ്ങളോ സഞ്ചാര സൗകര്യങ്ങളോ ഇല്ലാതിരുന്നൊരു കാലത്ത് ഇതിൻ്റെ 4 കേന്ദ്രങ്ങളിലും സഞ്ചരിച്ച് 4 ട്രാൻസ്മിഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച ശ്രീശങ്കരനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും 4 പ്രസരണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച സാക്ഷാൽ ശ്രീശങ്കരൻ. പക്ഷെ അദ്ദേഹത്തെ നമ്മളിവിടുന്ന് നാട് കടത്തി. അമ്മയെ സംസ്കരിക്കാൻ വേണ്ടി വന്നപ്പോൾ സഹകരിക്കാതിരിക്കാനുള്ള വിവേകം കൂടി നമ്മൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിൽ സുസ്ഥിരമായൊരിടം നേടി നമ്മൾ എന്ന കാര്യവും മറക്കരുത്. ഞാനിതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ആ സ്വഭാവത്തിൽ നിന്ന് മലയാളി വളരെയേറെ വളരുകയും വളരെയേറെ പുരോഗമിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, അങ്ങനെ വളരാനും പുരോഗമിക്കാനും നേതൃത്വം നൽകിയ മഹാപുരുഷന്മാരിൽ എന്തുകൊണ്ടും പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ചാവറയച്ചൻ എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ഞാനിത് പറഞ്ഞത്. ചാവറയച്ചൻ മുന്നോട്ട് വന്ന് നടന്നു പോയ വഴികളിൽ അന്ന് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്ക് സമാനതകളുണ്ടായിരുന്നില്ല. സംസ്കൃതം ദേവഭാഷയായിരുന്നു. അത് ദേവഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് മനസ്സിലാകില്ല എന്ന അർത്ഥം. മനുഷ്യർക്ക് മനസ്സിലാകില്ല എന്ന് മാത്രമല്ല, വളരെ തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ദേവഭാഷ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത് ആ ദേവഭാഷയിലാണ് ഭാരതത്തിൻ്റെ മഹത്തായ വിജ്ഞാനങ്ങളെല്ലാം ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിരുന്ന ഒരു കാലത്ത്, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കണം 1846 എല്ലാവർക്കും പ്രവേശനം നൽകുന്ന ഒരു സംസ്കൃത വിദ്യാലയം അദ്ദേഹം തുടങ്ങിയത്. അത് അന്ന് പുതുമയായിരുന്നു, ആർക്കും മനസ്സിലായിട്ടില്ല അതിൻ്റെ പ്രാധാന്യം. സംസ്കൃതം ദേവഭാഷ, ആ ദേവഭാഷയ്ക്ക് അധിപനുണ്ട്. ഇപ്പോഴും ഹിന്ദുക്കളുടെ ദൈവത്തിന് മനസ്സിലാവുന്ന ഭാഷ സംസ്കൃതമാണ് എന്നാണ് രഹസ്യമായിട്ട് എല്ലാ ഹിന്ദുക്കളും വിശ്വസിക്കുന്നത്. പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ അതൊക്കെ സംസ്കൃതത്തിൽ പറയേണ്ടി വരും. ഞാനങ്ങനെ ഒരുപാട് കർമ്മങ്ങൾക്ക് ഇരുന്ന് കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഈ ഒരുപാട് പേര് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ കർമ്മം ചെയ്യാനുള്ള ബാധ്യത അല്ലെങ്കിൽ അതിൻ്റെ നിയോഗം എനിക്കായിരുന്നു. അപ്പോൾ ഈ പൂജാരി അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കും, എന്താ പേരെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ രാധാകൃഷ്ണൻ എന്ന് പറയും. എന്താ നക്ഷത്രം എന്ന് ചോദിക്കും, രോഹിണി എന്ന് പറയും. അത് കഴിഞ്ഞിട്ടൊരു അഭ്യാസമുണ്ട്. ആ അഭ്യാസം എന്താണെന്ന് വെച്ചാൽ രാധാകൃഷ്ണൻ രോഹിണി നക്ഷത്ര ജാതസ്യ രാധാകൃഷ്ണൻ നാമസ്യ. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച രാധാകൃഷ്ണനായ ഞാൻ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും അടക്കമുള്ള ഒരു പിതൃ പരമ്പരകൾക്കും ആ ഭാഷ മനസ്സിലാകില്ല എന്ന് വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ സംസ്കൃതം തന്നെ വേണം എന്ന് ശഠിക്കുകയും ചെയ്തിരുന്ന ഒരു കാലത്ത് 1846 ഒരു സംസ്കൃത വിദ്യാലയം തുടങ്ങിയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും കടന്നു വന്ന് സംസ്കൃതം പഠിക്കണം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ മഹത്തായ സംസ്കാരം ജനതയ്ക്ക് തുറന്നു കൊടുക്കുന്ന അതിൻ്റെ പ്രോദ്ഘാടനം നിർവഹിക്കപ്പെടുകയായിരുന്നു എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചു പോയി എന്നുള്ളതാണ് സത്യം. അത് വെറുതെ ഒരു സംസ്കൃത പാഠശാലയല്ല. ഭാരതത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ അധികാരികളായി ആരെല്ലാം മാറണം എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ചെറു സമൂഹം എന്നത് മാറ്റി ഈ രാജ്യത്തെ സാധാരണ മനുഷ്യർക്ക് ആ വിജ്ഞാനത്തിന് അധികാരികളാണ്, അവകാശികളാണ് എന്ന് പ്രഖ്യാപനം കൂടി സൗമ്യമായ ഭാഷയിൽ ചാവറയച്ചൻ നടത്തുകയായിരുന്നു. അതാണ് അതിൻ്റെ പ്രാധാന്യം. അതൊരു ചെറിയ സ്കൂളായിട്ടാണ് തോന്നിയത്. ആ ചെറിയ സ്കൂളല്ല അത്. അതിൻ്റെ ഒരു തുടക്കം വളരെ വലുതാണ്. ഞാൻ ഈ ഹിമാലയ യാത്രക്കിടയിൽ ഗംഗയുടെ ഉത്ഭവം ഗംഗോത്രി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ട്. അവിടെ ചെന്ന് ഇങ്ങനെ നോക്കിക്കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന വെള്ളം പോലെയാണ്.
ആ ഇറ്റിറ്റ് വീഴുന്ന വെള്ളത്തുള്ളികൾ ചേർന്നിട്ടാണ് ഗംഗ പ്രവഹിക്കുന്നത് എന്നുള്ള കാര്യം വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷെ ആ ഇറ്റിറ്റ് വീഴുന്ന വെള്ളത്തുള്ളികളില്ലെങ്കിൽ ഗംഗ ഇല്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുമാണ്. ഗംഗ പല ഭാവത്തിലും പല രൂപത്തിലും ഒഴുകുന്നത് കാണാൻ പറ്റും. ദേവഗംഗയായിട്ടും അളകനന്ദയായിട്ടും ഒക്കെ ഒഴുകുന്നുണ്ട്. അളകനന്ദ നദി ഗംഗ തന്നെയാണ്. ഓരോ പ്രദേശത്തു കൂടി പോകുമ്പോൾ ഗംഗയ്ക്ക് ഓരോ ഭാവമാണ്. ഗംഗ ഇത്രയേറെ വർണ്ണിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് കാളിദാസ കൃതികൾ വായിച്ചപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സംശയം മാറിയത് ഹിമാലയ യാത്രയിൽ ഗംഗയുടെ അനന്തമായ ഭാവ വൈചിത്ര്യങ്ങൾ കണ്ട് വിസ്മയിച്ചു നിന്നപ്പോഴാണ്. ആ ഗംഗയുടെ ഉത്ഭവം ഈ വെള്ളത്തുള്ളികളിൽ നിന്നാണ്. ആ ഗംഗയുടെ ഉത്ഭവം ഈ വെള്ളത്തുള്ളികളിൽ നിന്നാണ് എന്ന് പറയുന്നത് പോലെയാണ് ഒരു ചെറിയ കുഗ്രാമത്തിൽ തുടങ്ങിയ ഒരു ചെറിയ വിദ്യാലയം, സംസ്കൃത വിദ്യാലയം, ഭാരതത്തിൻ്റെ വിജ്ഞാനത്തിലേക്ക് സാധാരണക്കാരെ ആകർഷിക്കുന്ന ഒരു മഹത്തായ, ഇതിനെ വിപ്ലവം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതിന് തുടക്കം കുറിച്ചത് ചാവറ അച്ഛനാണ്. 1864 അദ്ദേഹം വീണ്ടും മറ്റൊരു മഹാവിപ്ലവത്തിന് തുടക്കം കുറിച്ചു. ആ വിപ്ലവമാണ് പള്ളികൾക്കൊപ്പം പള്ളിക്കൂടം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് വിദ്യാലയങ്ങളുണ്ടായിരുന്നു, വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ സമൂഹം തന്നെ ജാതി ഘടനയിലായിരുന്നു. ആഹാരം ജാതി ക്രമമനുസരിച്ചായിരുന്നു ഈ കേരളത്തിലുണ്ടായിരുന്നത്. മഹത്തായ ഒരു എന്താ പറയുക, നമുക്ക് ഏറ്റവും മഹത്തായ ആയുർവേദ പാരമ്പര്യമുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് രോഗം വന്നാൽ അവർക്കുള്ള ഏക ആശ്വാസം മരിക്കാൻ കഴിയും എന്നത് മാത്രമായിരുന്നു. ആയുർവേദത്തിൻ്റെ മഹാസിദ്ധികൾ മുഴുവനും നമ്മുടെ സമൂഹത്തിലെ ചുരുക്കം ഭാഗ്യവാന്മാർക്ക് മാത്രമായി സംവരണം ചെയ്ത് സൂക്ഷിച്ചൊരു സംസ്കാരം. വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥയും അതുതന്നെ. ജാതികൾക്കുള്ള സ്കൂളുകളായിരുന്നു ഉണ്ടായിരുന്നത്. 1864 പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങളും, ആ പള്ളിക്കൂടങ്ങളിൽ ജാതി മത വർഗ വ്യത്യാസമില്ലാതെ സർവർക്കും വിദ്യാഭ്യാസവും എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ഒരാൾ ഏകാംഗ സൈന്യത്തെ പോലെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ഈ സംസ്ഥാനം കൂരിരുട്ടിലായിരുന്നു. 1888 മലയാള മനോരമയുടെ ആദ്യ ലക്കം പ്രസിദ്ധീകരിച്ചപ്പോൾ ആ ആദ്യ ലക്കത്തിലെ എഡിറ്റോറിയലിൽ പറഞ്ഞിട്ടുള്ള കാര്യം പുലയർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ്. അന്ന് അവർക്കതില്ല. അന്ന് ഈ എഡിറ്റോറിയൽ വായിക്കാൻ ഒരൊറ്റ പുലയനും ഉണ്ടായിരുന്നില്ല. ജാതി ശ്രേണിയിലായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിന്നിരുന്നത്. 1910 തിരുവിതാംകൂറിൽ അന്നത്തെ ദിവാനായിരുന്ന രാജഗോപാലാചാര്യ സർവർ ജാതി മത വ്യത്യാസത്തിൻ്റെ പേരിൽ വിദ്യാലയങ്ങളിൽ കുട്ടികളെ പ്രവേശിപ്പിക്കുന്നത് തടയാൻ പാടില്ല എന്ന ഉത്തരവിറക്കിയപ്പോൾ, ഇതൊക്കെ 1910 നടക്കുന്ന കാര്യമാണ് തിരുവിതാംകൂറിൽ. അപ്പോഴാണ് 1864 പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങൾ തുടങ്ങി ആ പള്ളിക്കൂടങ്ങളിലൂടെ സർവർക്കും വിദ്യാഭ്യാസം, ജാതി മത വർഗ വ്യത്യാസമില്ലാതെ സർവർക്കും വിദ്യാഭ്യാസം നൽകണം എന്ന സന്ദേശം അന്നത്തെ കത്തോലിക്ക സഭയുടെ വികാരി ജനറലായിരുന്ന ചാവറ അച്ഛൻ മുന്നോട്ട് വെച്ച് പ്രവർത്തിച്ചത്. തുടക്കമായിരുന്നു അത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗംഗ തുള്ളികൾ വീണ് ഗംഗയായി രൂപപ്പെടുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. അങ്ങനെയാണ് കടലോരങ്ങളിലും കായലോരങ്ങളിലും മലയോരങ്ങളിലും സമതലങ്ങളിലുമെല്ലാം പള്ളികളേക്കാൾ വലിയ പള്ളിക്കൂടങ്ങളുമായി കത്തോലിക്ക സഭ കടന്നു വന്ന് ജാതി മത വർഗ വ്യത്യാസമില്ലാതെ സർവർക്കും വിദ്യാഭ്യാസം കൊടുത്തത്. അങ്ങനെ ലഭിച്ച വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഗുണഭോക്താവാണ് ഞാൻ. അല്ലെങ്കിൽ ഞാൻ ജനിച്ച എൻ്റെ ഗ്രാമത്തിൽ ഇന്ന് പോലും ഒരു വിദ്യാലയം നടത്തിയാൽ ലാഭകരം അല്ല. അവിടെ 6 സ്കൂളുണ്ട് കത്തോലിക്ക സഭയ്ക്ക്. ആ വിദ്യാലയങ്ങളിലാണ് ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് പഠിച്ചത്.
ആ വിദ്യാലയങ്ങളിലൂടെയാണ് ഇന്ന് കാണുന്ന ജീവിതത്തിൻ്റെ തലമുറകൾ രൂപപ്പെട്ട് വന്നത്. ഇന്ന് പിന്നീട് വൈസ് ചാൻസലറൊക്കെ ആയിരിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സെമിനാറുകൾക്കും ചർച്ചകൾക്കൊക്കെ ആയിട്ട് സർക്കാരിൻ്റെ ഇതിനു വേണ്ടി പോകുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങളൊക്കെ തല ഉയർത്തിപ്പിടിച്ച് പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടിയവർ 10ാം ക്ലാസ്സും +2 വരെ ഉള്ളത് ഞങ്ങളുടെ സംസ്ഥാനങ്ങളിലാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീ വിദ്യാഭ്യാസമുള്ളത് ഞങ്ങളുടെ സംസ്ഥാനത്തിലാണ് എന്നതിൻ്റെ പെർസെൻറ്റേജൊക്കെ പറഞ്ഞ് അവരെയൊക്കെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കാറുണ്ട്. കത്തോലിക്ക സഭയുടെ ചാവറയച്ചൻ്റെ നിർദ്ദേശം, ചാവറയച്ചൻ അന്ന് തുടങ്ങിവെച്ച ആ മഹാദൗത്യത്തിൻ്റെ പ്രായോഗിക രൂപം കണ്ടു വന്നപ്പോഴാണ് ഈ വിദ്യാലയങ്ങൾ വന്നത്. ആ വിദ്യാലയങ്ങളിലാണ് ജാതി സമൂഹത്തിൻ്റെ കെട്ടുകൾ അഴിയുകയും ഒരു പൊതുസമൂഹം രൂപപ്പെടുകയും ചെയ്തത്. വിദ്യാലയങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഒരിക്കലും ഒരു പൊതുസമൂഹം രൂപപ്പെടുമായിരുന്നില്ല. ജാതി മതങ്ങൾക്ക് അതീതമായി കുട്ടികൾക്ക് വിദ്യാലയ പ്രവേശനം ലഭിച്ചപ്പോഴാണ് മാധവനും മുഹമ്മദും മത്തായിയും ചാത്തനും ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് ഒരു ടീച്ചർ പറഞ്ഞു നൽകുന്ന ഒരേ പാഠങ്ങൾ പഠിച്ച് പരസ്പരം കൂട്ടിത്തൊട്ടു പോയത്. അപ്പോഴാണ് മനസ്സിലായത് ചാത്തൻ തൊട്ട് കഴിഞ്ഞാൽ മാധവൻ ചാമ്പലായി തീരില്ല എന്ന്. ഒരു പൊതുസമൂഹം സൃഷ്ടിക്കപ്പെട്ടത് ഈ വിദ്യാലയങ്ങളിലൂടെയാണ്. ആ വിദ്യാലയങ്ങളാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള എന്താ പറയുക, അതിനു മുമ്പ് ജാതി സമൂഹങ്ങളായി തരംതിരിക്കപ്പെട്ടിരുന്ന ഫ്രാഗ്മെന്റഡ് സൊസൈറ്റി എന്ന് സോഷ്യോളജിസ്റ്റുകൾ പറയുന്ന ആ ഫ്രാഗ്മെന്റ്, ശിഥിലീകരിക്കപ്പെട്ട ഒരു സമൂഹത്തെ ഏകീകൃതമായ ഒരു സമൂഹമാക്കി മാറ്റിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വിദ്യാലയങ്ങളായിരുന്നു. കേരളത്തിലെ സിവിൽ സൊസൈറ്റിയുടെ സ്രഷ്ടാവ് എന്ന ബഹുമതി ഒരു സംശയവും വേണ്ട, ചാവറയച്ചന് അർഹതപ്പെട്ട ഒന്നാണ്. ഈ വിദ്യാലയങ്ങളില്ലാതിരുന്നുവെങ്കിൽ ഒരിക്കലും കേരളത്തിൽ സിവിൽ സൊസൈറ്റി ഉണ്ടാകുമായിരുന്നില്ല. 1914 ഞാൻ പഠിച്ച മഹാരാജാസ് കോളേജിൽ ഒരു അവർണ വിദ്യാർത്ഥിക്ക് പ്രവേശനം കിട്ടുന്നത്. അതുവരെ ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്, പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് സെയിൻറ് ആൽബർട്ട്സിലും സെൻറ് തെരേസാസിലും അത് വളരെ നേരത്തെ ആരംഭിച്ചിരുന്നു. സെയിൻറ് ആൽബർട്ട്സിലെ മലയാള വിഭാഗത്തിൻ്റെ മേധാവി മലയാള ഭാഷ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പണ്ഡിതനായ AD ഹരിശർമ്മയായിരുന്നു. എഴുത്തച്ഛൻ്റെ കൃതികൾക്ക് പിഴക്കുറ തീർത്ത് പ്രസിദ്ധീകരിക്കാൻ സർവദാ യോഗ്യനെന്ന് മലയാളത്തിലെ പണ്ഡിത ലോകം ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ട സാക്ഷാൽ AD ഹരിശർമ്മ. ആ AD ഹരിശർമ്മയാണ് മലയാള വിഭാഗത്തിൻ്റെ മേധാവി. ഹരിശർമ്മ മാഷ അന്നത്തെ ബിഷപ്പ് പോയി വിളിച്ചുകൊണ്ട് വന്ന് കൊടുക്കുകയാണ്, മാഷ് വന്ന് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. ആ AD ഹരിശർമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഒരു ചാത്തനായിരുന്നു. ആ ചാത്തൻ പിന്നീട് കേരളത്തിലെ വളരെ പ്രസിദ്ധനായി. അദ്ദേഹം നമ്മുടെ നവോത്ഥാനകാല കഥാകാരന്മാരിൽ ഒരാളായി. കേരള സംസ്ഥാന സർക്കാരിൻ്റെ പബ്ലിക് റിലേഷൻസിൻ്റെ ഡയറക്ടറായി. അത് കഴിഞ്ഞ് രാജ്യസഭാ അംഗമായും തീർന്ന TKC വടുതല. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ മഹാബ്രാഹ്മണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി പുലയനായ ഒരു ചാത്തന് പഠിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുത്തത് ചാവറയച്ചനാണ്. ചാവറയച്ചൻ്റെ സ്വപ്നമാണ് സെയിൻറ് ആൽബർട്ട്സ് ആയിട്ടും ആ പ്രദേശത്തുള്ള വിവിധ തരത്തിലുള്ള കോളേജുകളായിട്ടും വിദ്യാലയങ്ങളായിട്ടും മാറിയത്. ആ സ്വപ്നത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ, കാരണം മഹാബ്രാഹ്മണൻ്റെ പ്രിയ ശിഷ്യനായി ഒരു പുലയന് പഠിക്കാൻ അവസരം ഉണ്ടാവുകയും അതിനുള്ള എല്ലാ അന്തരീക്ഷവും ഒരുക്കി കൊടുത്തുകൊണ്ടൊരു മഹാവിദ്യാലയം നിലകൊണ്ടപ്പോൾ കേരളത്തിൽ വിദ്യയുടെ പേരിലുണ്ടായിരുന്ന എല്ലാ വേലിക്കെട്ടുകളെയും നിശബ്ദമായി ഉഴുതുമാറ്റിക്കൊണ്ട് ഒരു പൊതുസമൂഹത്തിൻ്റെ സൃഷ്ടി ഉറപ്പുവരുത്തുകയായിരുന്നു.
അങ്ങനെയാണ് കേരളത്തിൽ ഒരു പൊതുസമൂഹം സൃഷ്ടിക്കപ്പെട്ടത്. ആ പൊതുസമൂഹത്തിന് ചില മൂല്യബോധങ്ങളുണ്ടായിരുന്നു. ആ മൂല്യബോധം സമത്വബോധം തന്നെയായിരുന്നു. ഇന്ന് കുറഞ്ഞു വരുന്ന ഒന്നാണ് സമത്വബോധം. എല്ലാവരും സമന്മാരാണ്, ഞാൻ കുറച്ച് കൂടുതൽ സമനാണ് എന്നുള്ളതാണ്. ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ. എല്ലാം ഒന്നാണ്, പക്ഷെ ഞാൻ ഒന്നരയാണ് എന്നാണ്. ഇത്തരത്തിൽ റിജിഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അന്ധവിശ്വാസങ്ങളുടെ കോട്ട കെട്ടി മനസ്സിനെ സൂക്ഷിക്കുകയും ആ കോട്ടക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ മടിക്കുകയും ചെയ്തിരുന്ന മലയാളിയെ ആ വിശ്വാസങ്ങളുടെ ചട്ടക്കൂടുകളിൽ നിന്നും പുറത്തെത്തിക്കുന്നത് ചാവറയച്ചൻ്റെ വിദ്യാലയങ്ങളായിരുന്നു എന്ന കാര്യം നമുക്ക് അഭിമാനത്തോടെ പറയാവുന്നതാണ്. ആ അഭിമാനമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയുടെ അടിത്തറ. ആ അഭിമാനമാണ് കേരളം മലയാളികൾ മനുഷ്യരായി മാറിയതിൻ്റെ അടിത്തറ. നമ്മുടെ നവോത്ഥാനത്തിൽ ഈ തുല്യത എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് മനുഷ്യരായി ജീവിക്കാനുള്ള തുല്യ അവകാശം വേണമെന്നാണ് നവോത്ഥാന കാലം പറഞ്ഞത്. ആ തുല്യത കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിത്തറ വിദ്യാഭ്യാസമാണ്. ഇന്ന് കത്തോലിക്ക സഭയ്ക്ക് കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് ലോകത്തിൻ്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള അന്തസ്സും ആഭിജാത്യവും ആ സഭയ്ക്ക് കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തത് ചാവറയച്ചനാണ് എന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. കാരണം ആ വിദ്യാഭ്യാസ സംസ്കാരത്തിലൂടെയാണ് ഒരു ജനത സൃഷ്ടിക്കപ്പെട്ടത്. ആ വിദ്യാഭ്യാസ സംസ്കാരത്തിലൂടെയാണ് ഒരു ജനത അറിവിൻ്റെ വെളിച്ചങ്ങൾ എന്ത് എന്ന് തിരിച്ചറിഞ്ഞത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധം അറിവ് തന്നെയാണ്. അറിവാണ് ഏറ്റവും ശക്തമായ ആയുധം. ഏറ്റവും ശക്തമായ ധനം, ഞാൻ പറയുന്നത് വെൽത്ത് എന്നുള്ള സങ്കല്പത്തിൽ, അതും വിദ്യ തന്നെയാണ്. വിദ്യയാണ് മഹാധനം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് ഉള്ളവനറിയാൻ പറ്റും. അറിവുള്ളവൻ എന്നും അറിവില്ലാത്തവൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിട്ടുണ്ട്. യൂറോപ്പ് എങ്ങനെയാണ് ബാക്കി രാജ്യങ്ങൾക്ക് മേൽ ആധിപത്യം പുലർത്തിയത്? അന്നത്തെ ഏറ്റവും നല്ല അറിവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആയുധങ്ങൾക്ക് മേൽ അധിക ആധിപത്യമുള്ളവൻ വന്നു. നടന്നു പോയ മനുഷ്യർക്ക് മേൽ കുതിരക്ക് വരുന്നവൻ, കുതിരപ്പുറത്ത് വരുന്നവൻ വേഗം കൊണ്ട് കീഴടക്കിയതുപോലെ വാളുകൾക്ക് പകരം വെടിമരുന്നിൻ്റെ ആയുധങ്ങൾ വന്ന്, നാം ഉണ്ടായിരുന്ന വിജ്ഞാനത്തിന് പകരം പുതിയ വിജ്ഞാനം വന്ന്, ആ പുതിയ വിജ്ഞാനത്തിൻ്റെ ആധിപത്യമാണ് യൂറോപ്പിന് ലോകത്തിൻ്റെ മേൽ ആധിപത്യം ഉണ്ടാക്കാൻ സാധിച്ച ഘടകങ്ങളിൽ ഒന്ന്. ഞാൻ സൂചിപ്പിക്കുന്നത് സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന് പറഞ്ഞാൽ അവരെ അധികാരത്തിൻ്റെ വക്താക്കളാക്കി മാറ്റുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ പ്രയോക്താക്കളും അതിൻ്റെ പ്രായോജകരുമാക്കി അവരെ മാറ്റുന്നു എന്ന കാര്യം കൂടി ഓർക്കണം. 2 × 2 4 എന്നറിയാത്തവൻ ആർക്കും പറ്റിക്കാൻ കഴിയും. 2 × 2 4 പറ്റിക്കാൻ വളരെ പ്രയാസമാണ്. അപ്പം സാധാരണ മനുഷ്യരെ അവരുടെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതും ചാവറ പിതാവാണ്. ചെറിയ കാര്യങ്ങളല്ല ഇത്. നമുക്കിതൊക്കെ ചെറുതായിട്ട് തോന്നുന്നത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ ചെറുപ്പം കൊണ്ടാണ്. ആ വലിപ്പമാണ് നമ്മൾ കാണേണ്ടത്. ഒരു സമൂഹം മുഴുവൻ ജീവിതത്തിനെതിരെ പുറംതിരിഞ്ഞു നിന്നിരുന്ന ഒരു കാലത്ത് ആ സമൂഹത്തെ തിരിച്ചു വിടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഹിമവാന്റെ മുകളിൽ നിന്ന്, ഗംഗോത്രിയിൽ നിന്ന് തുള്ളികളായി വീഴുന്ന ആ ഉദക ബിന്ദുക്കൾ ഒരുമിച്ച് ചേർന്ന് മഹാപ്രവാഹമായി ഇന്ത്യയെ മുഴുവൻ നിലനിർത്തുന്ന ഗംഗയായി മാറുന്നത്. അത് സുരഗംഗയായി മാറുന്നു, അളകനന്ദയായി മാറുന്നു. സമതലങ്ങളിലേക്ക് വരുമ്പോൾ അലറിപ്പാഞ്ഞൊഴുകുന്നു.
ആ അലറിപ്പാഞ്ഞൊഴുകുന്ന ഗംഗയായി കരുത്തിൻ്റെ പ്രതീകമായി മാറുന്നത്. അതുപോലെയാണ് ഈ ഒരു ചെറിയ ദിശാമാറ്റത്തിലൂടെ ഈ സമൂഹത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നതിനുള്ള പരിശ്രമം നടത്താൻ ചാവറയച്ചന് കഴിഞ്ഞത്. ഇതൊക്കെ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഇനി കുട്ടികൾ പഠിക്കും. സ്കൂൾ കരിക്കുലത്തിൽ അത് ഉൾപ്പെട്ടതുകൊണ്ടല്ല, PSCയുടെ പാഠ്യപദ്ധതിയിലുള്ളത് കൊണ്ട് അത് പഠിച്ചേ പറ്റൂ. സ്കൂൾ കരിക്കുലത്തിൽ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ പഠിക്കണമെന്നില്ല. ഈ സ്കൂൾ കരിക്കുലം എന്നും മനുഷ്യനെ കളവ് പഠിപ്പിക്കുന്ന സാധനമാണ്. എന്നും എൻ്റെ അനുഭവം അങ്ങനെയായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്കൊരു പാഠം ഉണ്ടായിരുന്നു. ആഹാരത്തിലുള്ള അതിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ പാഠം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും, അത് കുടിക്കാഞ്ഞാൽ അമ്മ കരയും. എന്തിനാണ് അമ്മ കരയുന്നത്? ഞാൻ അച്ഛനോളം വലുതാകണം എന്ന് പറഞ്ഞതിന് ശേഷം, അച്ഛൻ അപ്പുറത്തേക്ക് പോകാൻ ഒരമ്മയും പറയുന്നില്ല എന്നൊരു ദുഷ്പേര് കൂടി അതിനുണ്ട്, അത് പോയിക്കോട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പാലിൻ്റെ പ്രത്യേകതകൾ പറയുകയാണ്. ഞങ്ങൾക്ക് ആർക്കും ഈ പാഠം മനസ്സിലായിരുന്നില്ല. കാരണം അന്ന് എൻ്റെ ഗ്രാമത്തിലെ ഒരമ്മയും മക്കൾ പാല് കുടിക്കാഞ്ഞതിൻ്റെ പേരിൽ കരഞ്ഞിരുന്നില്ല. കാരണം അവിടെ പാലേ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് കരയുന്നത്? പാലുണ്ടായിട്ടും ഉണ്ട് കുടിക്കാഞ്ഞാൽ കരയാനായിട്ട്. കഞ്ഞി തന്നെ കഷ്ടിയായിരുന്നൊരു കാലത്ത്. കാരണം അന്ന് കുര്യൻ അവിടെ എത്തിയിട്ടില്ല. നമ്മുടെ കുര്യൻ ആനന്ദിലെത്തി ധവള വിപ്ലവത്തിന് തുടക്കം കുറിച്ചിട്ടില്ല. നമുക്ക് ഹരിത വിപ്ലവം ഉണ്ടായിട്ടില്ല. നമുക്ക് ഈ രാജ്യത്ത് ഭക്ഷ്യോൽപാദനത്തിന് ത്വരിതഗതിയിലായിട്ടില്ല. പട്ടിണിയും പരിവട്ടവുമായി ഒരു ജനത കഴിയുന്ന സമയത്താണ് പാഠപുസ്തകത്തിൽ അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും, അത് കുടിക്കാഞ്ഞാൽ അമ്മ കരയും. ഞാനത് പഠിച്ചു വന്ന ദിവസം അമ്മയുടെ മുഖത്ത് നോക്കി. അമ്മയോട് പറയാനുള്ള ധൈര്യം കിട്ടിയില്ല അമ്മ കരയുന്നുണ്ടോ എന്ന് ചോദിക്കാനുള്ള. കാരണം അടി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. കാച്ചിയ പാല്. പാഠപുസ്തകങ്ങളിൽ ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ PSC സിലബസിൽ വന്നാൽ പഠിക്കേണ്ടി വരും. കാരണം 16 ലക്ഷം പേര് ഇപ്പം പഠിച്ച് എഴുതുന്നുണ്ട്. ഇനി ഒരു 14 ലക്ഷം പേര് കൂടി അടുത്ത ഒരു 3 മാസത്തിനുള്ളിൽ പഠിച്ചെഴുതും. വേറെ ഒരു സിലബസിൽ എത്തിക്കഴിഞ്ഞാലും ഇത് പഠിക്കില്ല. കാരണം ചാവറയച്ചൻ ഇപ്പോൾ PSC സിലബസിൻ്റെ ഭാഗമാക്കി ഞങ്ങൾ വെച്ചത് അതിൻ്റെ നമ്മുടെ മലയാളി എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്ന് അറിയാത്ത ഒരു ഉദ്യോഗസ്ഥൻ വരാൻ പാടില്ല. ഇപ്പോൾ മറുഭാഷ പറയുന്നത് ഉദ്യോഗസ്ഥരാണ്. ഇപ്പോൾ PSCയിലൊരു അപേക്ഷ കൊടുത്തിട്ട്, സാറേ എൻ്റെ ഒരു അപേക്ഷ ഉണ്ടായിരുന്നു, അതിൽ ബാർകോഡ് തെളിഞ്ഞില്ല. ബാർകോഡ് തെളിയാഞ്ഞ കാരണം ഞങ്ങളൊരു എറാറ്റം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ എറാറ്റം പബ്ലിഷ് ചെയ്യുന്നതിനെ തുടർന്ന് വന്ന് പിന്നെ ഒരു അഡൻഡവും കൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. കേൾക്കുന്നവൻ പിന്നെ അവൻ്റെ ജീവിതത്തിൽ അങ്ങോട്ട് വരില്ല. ചില അധ്യാപകരെ പോലെയാണ്. അധ്യാപകരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അവനിങ്ങനെ നോക്കും. നോക്കിയിട്ട് ആ മറുപടി കേൾക്കുന്നതോടുകൂടി പിന്നെ അവൻ ഇപ്പോഴെന്നല്ല, അവൻ്റെ ജീവിതകാലം മുഴുവൻ സംശയമേ ചോദിക്കണ്ടെന്ന് അവൻ തീരുമാനിച്ചു കളയും. അവൻ്റെ ഒരു സംശയം വന്നിരിക്കുന്നു. അവന് വേറെ ഒന്നും കണ്ടില്ല, സംശയം. ഇനി അവനെ കശക്കി കൺഫ്യൂസ്ഡാക്കി അവൻ്റെ ജീവിതത്തിൽ സംശയമേ ഇല്ലാത്ത വിധത്തിലാക്കി അവനെ മാറ്റും. ആ രീതിയിൽ മറുഭാഷ പറഞ്ഞ് ആളുകളെ കുഴപ്പത്തിലാക്കുകയും അവർക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു കാലത്ത് ലളിതമായ ഭാഷയിലൂടെ സംസാരിക്കാൻ ആർജവം കാണിച്ച ഒരു എഴുത്തുകാരൻ കൂടിയാണ് ചാവറയച്ചൻ. മകൻ അച്ഛനോട് എന്ന പോലെ പ്രാർത്ഥിക്കണം, അദ്ദേഹം എഴുതി വച്ചിട്ടുള്ളതാണ്. പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. പ്രാർത്ഥന എങ്ങനെയായിരിക്കണമെന്ന് നമ്മളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായി ഭാഷ ഉപയോഗിച്ചേക്കുന്നത് യേശുദേവനാണ്. മുക്കുവന്മാരെല്ലാം കൂടി ചെന്നു ചോദിച്ചു, കർത്താവേ ഈ സ്വർഗരാജ്യം എന്താണെന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഫിലോസഫി ഓഫ് ഓൾ ഇൻക്ലൂസീവ്നെസ് എന്നൊക്കെ പറഞ്ഞ് ആ ഫിലോസഫിയിൽ ഉപയോഗിക്കാവുന്ന ഏതെങ്കിലും ഒരുത്തൻ അവൻ്റെ കഷ്ടകാലത്തിന് എന്നോട് ഞാൻ ഫിലോസഫി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സർ വിൽ യു പ്ലീസ് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് മെൻ ബൈ ദിസ് ഹെവൻ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവൻ പിന്നീട് സംശയം ചോദിക്കാത്ത വിധത്തിൽ അവനെ ഞാൻ ആക്കിയെടുക്കും. കാരണം ഫിലോസഫിയിലെ എല്ലാ ടെക്നിക്കൽ ടേംസും ഉപയോഗിച്ച് ഓൾ ഇൻക്ലൂസീവ്നെസ് എന്ന് പറഞ്ഞാൽ ആനയാണ്, ചേനയാണ്, അത് അബ്സല്യൂട്ടാണ്, അത് ട്രാൻസെൻഡൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഇവനൊന്നും മനസ്സിലാകാത്ത രൂപത്തിൽ ഇതാണ് ആ സ്വർഗരാജ്യം, എങ്കിൽ പിന്നെ ഇനി ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് അവൻ പോകും. അപ്പോഴാണ് മുക്കുവന്മാർ, നിരക്ഷരരായ മുക്കുവന്മാർ എന്ന് ചോദിച്ച സമയത്ത് യേശുദേവൻ അവരോട് പറഞ്ഞത്, എല്ലാ മീനും ഉൾക്കൊള്ളുന്ന വലക്ക് സമം. ഇതിനേക്കാൾ ലളിതമായി ആ മഹാതത്വം പറഞ്ഞു കൊടുക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. അതാണ് ഒള്ളി എ മാസ്റ്റർ ക്യാൻ യൂസ് സിമ്പിൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഭാഷയ്ക്ക് മേൽ ചാവറപ്പിതാവിനൊരാധിപത്യമുണ്ടായിരുന്നു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം സമയം ഒരുപാടാകുന്നു, എനിക്കും പോയിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറയുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാവറയച്ചൻ്റെ സംഭാവനകൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന് CMI സഭയ്ക്ക് വേണ്ടിയാണ് എന്ന് ദയവായി ധരിക്കരുത്. അല്ല, അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്ന് പറഞ്ഞതാണ്. 2, ചാവറയച്ചന് വേണ്ടിയാണ് എന്നും ധരിക്കരുത്, നമുക്ക് വേണ്ടിയാണ്. എങ്ങനെയാണ് നമ്മൾ നടന്നു വന്ന വഴികൾ എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കാൻ കഴിയൂ. അവനവനെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരു ജനതക്ക് സുശക്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഭരണ സംവിധാനം ജനാധിപത്യ പ്രക്രിയയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമേ അല്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ മത്തായിയെയും മാധവനെയും മുഹമ്മദിനെയും ചാത്തനെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുപോകുന്ന ഒരഭ്യാസമാണ്. ആ ജനാധിപത്യ സംവിധാനക്രമം ശക്തമാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും ഈടുറ്റ സംഭാവന എന്ന് നാം വിശ്വസിക്കുന്ന ബഹുസ്വരത, പ്ലൂരലിസം, ആ പ്ലൂരലിസ്റ്റിക് കൾച്ചർ അതിനെ നിലനിർത്തിക്കൊണ്ടു പോകണം എന്നുണ്ടെങ്കിൽ ചാവറയച്ചൻ്റെ സംഭാവനകൾ നാം മനസ്സിലാക്കുക തന്നെ വേണം. നമുക്ക് വേണ്ടി, നമ്മുടെ ഭരണ സംവിധാനത്തിന് വേണ്ടി, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അഹങ്കരിക്കുന്ന നമ്മുടെ ആ അഹങ്കാരവും അഭിമാനവും നിലനിർത്താൻ വേണ്ടി ചാവറയച്ചൻ്റെ സംഭാവനകൾ പുതുതലമുറ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.